മാങ്ങാക്കറി നാരങ്ങാക്കറിക്കുള്ള പരിപാടികളാണ് നടക്കുന്നത്. അപ്പോൾ മാങ്ങ ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. മറ്റേ കുനുകുനൂന്ന് അരിഞ്ഞിട്ടുള്ള മാങ്ങാക്കറി കേട്ടോ. പുതിയ കത്തി മേടിച്ചു, പുതിയ കട്ടിംഗ് ബോർഡ് മേടിച്ചു. എനിക്ക് ആൾക്കാരെയൊക്കെ ഒന്ന് പുതിയതാക്കണം. അപ്പോൾ ആദ്യം നിന്നെ മാറ്റിയാലോ? ഇല്ല കേട്ടാ, ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളക് എടുത്തിട്ട് വരാൻ പറഞ്ഞതിന് ഒരു മാങ്ങയുടെ ഇത്ര ഉള്ളൊരു വലിയ പീസ് കൈക്കൂലി മേടിച്ചിട്ടാണ് പുത്രി ഇവിടെ ഇരിക്കുന്നത്. വെറുതെ പണിയെടുക്കാൻ പറ്റുമോ? പച്ചമാങ്ങല്ലേ വെച്ചുള്ളൂ, 10 പവനൊന്നും ചോദിച്ചില്ലല്ലോ. 10 പവൻ എന്തിനാ നിനക്ക്? രസല്ലേ അമ്മ, ഉപ്പിച്ചിരി ബാക്കിയുണ്ട്. കഷ്ണത്തിന് കറക്റ്റ് ആയിരിക്കും. അങ്ങനെ ഇപ്പൊ കഷ്ണിക്കണ്ട, സ്നേഹമില്ല. കത്തി മാറ്റി, പുതിയ കത്തി കൊണ്ട് നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റണില്ല, പേടിയാവും. അത് 2-3 ദിവസം എടുക്കും. നമുക്ക് വഴങ്ങിയ കത്തി കൊണ്ടേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ കുമാരി അത് ഏറ്റിട്ടുണ്ട് അല്ലേ? കുമാരി, എങ്ങനെ മാങ്ങാക്കറി ഉണ്ടാക്കും ഒന്ന് പറയൂ. മാങ്ങ അങ്ങനെ കുനുകുനാന്നറിയാം. അതിൽ ഉപ്പും മുളകുപൊടി ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒക്കെ എന്നൊരു വാക്ക് സാധനം ഇല്ല. കായപ്പൊടി ചൂടാക്കണ്ടേ? എനിക്കറിയില്ല, താൻ പറയൂ. ഉലുവപ്പൊടിയല്ലേ ചേർക്കണേ? എനിക്കറിഞ്ഞൂടാ. ഇതൊക്കെ കൂടെ എന്നിട്ട് എണ്ണയിൽ ചൂടാക്കി ഒഴിക്കാം. ഏത് എണ്ണയിൽ ചൂടാക്കും? ഉപ്പും മുളകുപൊടിയും മാങ്ങയിലിടാം, തിരുമ്മി വയ്ക്കുക. എന്നിട്ട് എണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കണം. ചിലപ്പോൾ ചിലർ കടുക് പൊട്ടിക്കും. കടുക് പൊട്ടിക്കുക, അതിൽ ഉലുവപ്പൊടി കായപ്പൊടി ഒക്കെ ചൂടാക്കിയിട്ട് ഈ മാങ്ങയിലേക്ക് തട്ടുക, എന്നിട്ട് മിക്സ് ചെയ്യുക. അത്രേ ഉള്ളൂ. ശരിയാണോ പറഞ്ഞത്? ഇത് ആരെ പഠിപ്പിച്ച? ശരിയാണോ പറഞ്ഞേ? കുഴപ്പമില്ല. അമ്മ അച്ഛാമ്മ ഒരു മാങ്ങാക്കറി ഉണ്ടാക്കായിരുന്നു, അറിയോ? ഒന്നും വേണ്ട, വെറുതെ ഉപ്പും മുളകുപൊടി മത്സ്യം ഇട്ടാൽ തന്നെ ആയില്ലേ മാങ്ങാക്കറി. അതായി കഴിഞ്ഞു. ശരിക്കുള്ള മാങ്ങാക്കറി അങ്ങനെയൊന്നും അല്ല. കഴിഞ്ഞു. അപ്പൊ അടുത്ത് നിർത്ത് അരിയണം. മൂത്ത മാങ്ങയാണോ? മൂത്തതല്ലടാ, വാടിയിട്ടുണ്ട്. ഫ്രഷ് മാങ്ങയല്ല. എന്തൊരു പാടായി, ഞാൻ കയ്യൊക്കെ ഞാൻ നാരങ്ങ അരിയാ. അപ്പൊ എന്നാ എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ? ഇല്ല, നാരങ്ങ കഴിക്കാൻ പറ്റില്ലല്ലോ, അവൻ്റെ ഉപകാരം. എന്താന്ന് ചോദിക്കേ. എന്താ വേണ്ട പൊന്നിന്? പുതിയ പാനല്ലേ? പുതിയ പാനില് ഉലുവ കായൊക്കെ വറുത്തരോ? എന്നാ പിന്നെ എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞാ പോരെ? ഞാൻ സത്യത്തിൽ വിചാരിച്ചതാ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന്. സൗകര്യമില്ല. അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ. എല്ലാരും കൈയും കൊണ്ട് തന്നെ ഉണ്ടാക്കണം, കാലും കൊണ്ട് ആരെങ്കിലും ഉണ്ടാവും. ഇത് അറിയട്ടോ, അതിനിടയിൽ ഈ പെണ്ണിനെ കൊണ്ടുള്ള തല്ലുപിടുത്തം വേറെ ഉണ്ട്. ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പൊക്കോളാം. അച്ഛോ അങ്ങനെ പറയല്ല, നമ്മളെ പൊന്നല്ലേ. ആരും ശല്യം ചെയ്യാതിരിക്കണില്ലേ. അപ്പൊ ഇനി ലാസ്റ്റ് ഒരു മാങ്ങയും കൂടെ ഉള്ളൂ. അപ്പൊ ഈ മാങ്ങ ഇങ്ങനെ മാങ്ങാക്കറിക്കൊക്കെ നുറുക്കുമ്പോഴേ അതിന്റെ ഉള്ളുഭാഗം ഉണ്ടാവില്ലേ? പിന്നെ ഇത് അതെന്തുട്ടാ? അതല്ല, ഈ മാങ്ങാണ്ടിയോട് ചേർന്ന് നിൽക്കുന്ന പോർഷന് പുളി ഭയങ്കരമായിരിക്കും. അതുവരെ അമ്മ ഇപ്പൊ എടുത്ത് കഴിക്കാൻ തന്നില്ല. എന്തതിന്റെ പ്രശ്നം? കഴിക്കാൻ തന്നില്ല. അപ്പൊ പണ്ടൊക്കെ ഇങ്ങനെ നുറുക്കുമ്പോ ആ ഉള്ളുഭാഗത്തുള്ള ചെത്ത് കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കൂടെ അന്ന് നമ്മുടെ വീട്ടിലെ മാങ്ങാ ചമ്മന്തി ആയിരിക്കും. അതൊക്കെ ഒരു കാലം. ഇവിടെ മാങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയാലുണ്ടല്ലോ, തോട്ടു നോക്കൂലേ നിങ്ങളൊന്നും. ചമ്മന്തി അരച്ച നിങ്ങൾ കഴിക്കും. എന്താ കഴിക്കാത്ത? ഇവരെ വിശ്വസിച്ച് നമ്മൾ ഒരു സാധനം ഉണ്ടാക്കി അവരത് കഴിക്കൂല. ഉണ്ടാക്കിയാ കഴിക്കും, പക്ഷെ കഴിപ്പിക്കൂല. മറ്റേക്ക് കൊടുക്കണം, നല്ല എടുത്തു വെക്കും. ഏതാണ് മറ്റേയാള്? ഏതാണ് മറ്റേയാളാണെങ്കിൽ ഒരു സാധനം തരൂല. മാങ്ങാ ചമ്മന്തി കഴിക്കുക ഞാൻ സമ്മതിക്കൂല. സത്യമായിട്ടും ഈ മക്കളെ ഇരുത്തിക്കൊണ്ട് അടുക്കളപ്പണി ചെയ്യാന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് പോവാ. ക്ഷമ കെടും. ഇത് നിങ്ങൾ തർക്കിക്കും എന്നോട്. ഭയങ്കര വാലുതാവാ രണ്ടിനും. അതെ, കള്ളം പറഞ്ഞ തർക്കിക്കും. ഇത് തള്ളന്നായിപ്പോയി. മാങ്ങാ ചമ്മന്തി ഞങ്ങൾ കഴിക്കും. കഴിച്ചിട്ടില്ല. ഫ്രിഡ്ജിൽ ഞാൻ വച്ചിട്ടുണ്ട്. അത് ശരി. ഒന്നാമത് ഈ പുത്രൻ എന്ന് പറയണ മുതല് തോന്നുമ്പോഴേ കഴിക്കാൻ വരുള്ളൂ. നമ്മളെല്ലാരും കഴിക്കാനിരിക്കുമ്പോ അവരുണ്ടാവൂല. ശരി, എന്നിട്ട് പുത്രൻ കഴിക്കുമ്പോ പുത്രന് മൊത്തം തരുമോ? ഈശ്വരൻ, ഞാനിവിടെ ഭക്ഷണം കൊടുക്കാത്ത ആളാ. തരാറുണ്ട്, പക്ഷെ മാങ്ങാ ചമ്മന്തി ഞങ്ങൾ കഴിക്കും, സമ്മതിക്കണം. മാങ്ങാ ചമ്മന്തി ഇവര് ബാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, എനിക്ക് വൈകിട്ട് തന്നെ. അപ്പൊ നമ്മൾ കഷ്ണം നുറുക്കി കഴിഞ്ഞു. ഇനി ഇതില് ഉപ്പ് തിരുമ്മി വെക്കണം. കുട്ടി ഉപ്പിടും. പുതിയ ഉപ്പ് ഭരണിന്ന് ഉപ്പ് എടുക്കും. നല്ല ഷേപ്പുള്ള ഭരണിയില്ലേ? പുതിയ സ്പൂണും വന്നോ? യെസ്, പക്ഷെ ഇച്ചിരി ഞാൻ കൂടി പോയി. ഇട്ടോളൂ, പറയാം. 3 ഞാൻ ഉപ്പിട്ടത് പരാതി പറയും കേട്ടോ. അത്ര വേണ്ട, കുറച്ച് നല്ല പുളിയുണ്ട്.
ഞാനെന്ത് ഭയങ്കര കുറ്റവാളിയാണ് ഇവിടെ നിങ്ങളുടെ ഇടയിൽ. ഇത്രയും ഞാൻ വെള്ളം തൊടിയിക്കാണ്ട് തുടച്ച് വെച്ചോണ്ടിരുന്ന ഒരു സാധനം പ്രത്യേകത കഴുകാണ്. മിടിക്കാണ്. ആ പാത്രത്തിന്റെ അടപ്പ് കഴുകിയിട്ട് അങ്ങനെ തന്നെ വെള്ളത്തോടുകൂടി കൊണ്ട് നിറച്ച് വെച്ചേക്കുന്നു. ആ പിന്നെ നാരങ്ങയിലേക്ക് ഇടക്കാം കേട്ടോ. അതൊന്നും ചെറുതാക്കി കുനുകുനാന്ന് അരിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ഒരു സ്ലൈസ് നാരങ്ങ ഒരു എക്സ്പ്രഷൻ കൊണ്ട് കഴിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അമ്മേ തന്നെ ഇത് കഴിച്ചിട്ട് മതി. കഴിക്കും. ഒരു എക്സ്പ്രഷൻ ഉണ്ടാവരുത്. ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് കഴിക്കണം. നേരെ കണ്ണടക്കാൻ പാടില്ല. അയ്യോ അതും കൊടുത്ത് പറ്റിക്കാൻ പറ്റില്ല. വലിയ ഭക്ഷണം അതല്ല ഉടക്കി ഇത് കഴിക്കും. ഇത് എടുത്തമ്മ. ഇത് എക്സ്പ്രഷൻ ഒന്നും ഇല്ലാണ്ട് കഴിക്കണം. ദൈവമേ, രണ്ടായിട്ട് കഷ്ണമാക്കിട്ട് അല്ല ഒരുമിച്ച് തന്നെ രണ്ട് ഇങ്ങനെ കയറൂല്ലോ. മടക്കിയ ഒന്ന് രണ്ടായിട്ട് കീറ്. ആ അതന്നെ അങ്ങനെ കീറിയിടുന്നതായി. ആ അത്ര ഉള്ള കാര്യം. അതെ രണ്ട് കഷ്ണം. അയ്യോ മതി 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 മതി. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഈ സത്യമായിട്ട് എനിക്കെന്ത് ഇവിടെ പുളിക്കണ പോലെ തോന്നുന്നു. ഇതെങ്ങനെയാണോ നിങ്ങളെ അമ്മ അയ്യോ പറ്റില്ല പറ്റില്ല. പകുതി വേണമെങ്കിൽ ഇത് കഴിക്കാം. നിങ്ങളുടെ പ്രായമല്ല. ഞാൻ ഈ കഷ്ണം വേണേ കഴിക്കാം. ഇപ്പൊ മനസ്സിലായില്ലേ വീട്ടിലെ ആരണി ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കണെന്ന്. ഒരു കഷ്ണം കഴിക്കാൻ പറഞ്ഞാണ് കടിക്കുന്നത്. ഇത്രയും പുളിയുള്ള സാധനം എങ്ങനെ കഴിക്കാൻ? അയ്യോ 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 അയ്യോ. ഇത് എന്തിന്റെ കുഞ്ഞുങ്ങളാണോ? ഇത് കുനുകുനാന്ന് അരിഞ്ഞിട്ട് കാണാം. ശരിക്കും ഇതുപോലെ അരിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ വളരെ കുറച്ച് വെള്ളം നല്ലപോലെ തിളപ്പിക്കാം. അതിങ്ങനെ തിളച്ച് വരുമ്പോൾ അതിൽ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇടാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കായത്തിന്റെ പൊടി, ഉലുവയുടെ പൊടി എല്ലാം ഇടുക. അത് നല്ലപോലെ തിളച്ചിട്ട് ഓഫ് ചെയ്യാം. ചൂടൊന്ന് കുറച്ച് കുറഞ്ഞു കഴിയുമ്പോൾ ഈ അരിഞ്ഞ നാരങ്ങ ഇങ്ങനെ അതെടുത്തിട്ട് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കണം. ഇതിൽ 2 പച്ചമുളകും കൂടെ കീറിട്ടാൽ മതിയിരുന്നു. പ്രമാദം. എക്സ്ക്യൂസ് മീ, താങ്കൾ വീഡിയോ എടുക്കുമ്പോഴുള്ള കുഴപ്പം ഇന്നലത്തെ വീഡിയോ കണ്ടോ ചെരിഞ്ഞിരിക്കുന്നത്? ഞാനിപ്പോ ചേട്ടൻ്റെ അടുത്ത് കണ്ടു. ചേട്ടൻ ഇങ്ങനെ ഒരു സാധനം എടുത്തല്ലോ, നാരങ്ങയുടെ ഫ്രെയിം ഇങ്ങനെ എടുക്കണ്ടായിരുന്നു. ഞാൻ കണ്ടത്. മനുഷ്യന്മാരെടുക്കുമ്പോ നേരെ എടുക്കണം. മനുഷ്യന്മാരെ ഇങ്ങനെ എടുത്താൽ കാണാൻ പറ്റില്ല. ഇപ്പോഴും ചരിഞ്ഞിരിക്കുന്നത്. കണ്ണിന് കുഴപ്പമുണ്ടോ? ഇന്നലത്തെ വീഡിയോ എടുത്ത് നോക്ക്. ഇങ്ങനെ എടുക്കാറില്ല. അപ്പോഴത്തേക്ക് തരിഞ്ഞ് കഴിയും. നീ അപ്പോഴത്തേക്കും വീഡിയോ എടുത്ത് പഠിക്ക്. സൗകര്യമുണ്ട്. ഇഞ്ചി ചതച്ചത് റെഡി. ഞാൻ സുല്ലിട്ട് നാളെ വയറ് ഇങ്ങനെ പറഞ്ഞ് വന്നാലോ. ആ ചൂരെല്ലാം അന്ന് കണ്ടതേ ഒരു 5-6 മേടിക്കണായിരുന്നു. എവിടെ പോണു? അത് കുഞ്ഞൊക്കെ എടുക്കണം. വേണ്ട അവിടെ പോകണ്ടേ? എന്തെങ്കിലും ഉണ്ടാതിരിക്കണേ. ഇഞ്ചി കേട്ടിട്ടില്ലേ? തോന്നണുള്ളതാ.
വൈറ്റ് മാർട്ടിൽ പോയിട്ട് എൻ്റെ അമ്മ ഇതിങ്ങനെ എനിക്കത് വേണമെന്ന് വാശി പറഞ്ഞ് മേടിച്ചതാണ്. ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ല. ഇത് ഇന്നാളെ നീ ഇത് പറഞ്ഞു, പക്ഷെ ആക്ച്വലി ഞാൻ ചോദിച്ചത് ഇതല്ല. പിന്നെന്തിട്ടാ? പിന്നെ കറണ്ടിൽ ഇതിട്ടിട്ട് വർക്ക് ചെയ്യാനുള്ള, പിന്നെ കറണ്ടിലും കൂടെ അതിൻ്റെ ഉറപ്പുള്ളൂ. എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് ഈ വീട്ടിലെ കുറച്ച് നഗ്ന സത്യങ്ങൾ പറയാനുണ്ട്. ഡയറ്റാണെന്ന് പറഞ്ഞിട്ട് പലരും ഇവിടെ സർവത്ത് 2 ഗ്ലാസ് ഒക്കെ ഓടിനെ. സർവത്ത് 2 ഗ്ലാസ്സാണ് ഡയറ്റ് ഉള്ളവർ കുടിക്കണത്. രാവിലത്തെ ഉച്ചക്കലത്തെയും വൈകിട്ടത്തെയും ഫുഡിന്റെ പടം മാത്രം ന്യൂട്രീഷൻ ആയിരിക്കും. അതിന്റെ ഇടയിൽ കഴിക്കണമെന്ന് അയച്ചു കൊടുക്കണില്ല. കൊട്ടേഷൻ എടുത്തൊക്കെ നീ മക്കളെ ചീത്ത പറയാൻ പാടില്ല എന്ന് പറഞ്ഞ അച്ഛൻ, അതുകൊണ്ട് ഞാൻ നിർത്തി. കൊറേ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ മോനെ ഒന്നും പറയരുത് അത്ര. അയ്യോ ഇത്തിരി പുന്നാരം കൂടുതൽ തന്നെയാണ്, പറയാതെ എന്ത് മടി മതിയാവൂല. ഒരു കാര്യം ഇഞ്ചി അരിയാനായിട്ട് എടുത്ത് ഇഞ്ചി ചതഞ്ഞ് ഇഞ്ചി ജ്യൂസായിട്ടുണ്ട്, അതിന് സുമേച്ച് കുടിച്ചോളൂ. കണ്ണൻജീനാഥനെ നമ്മുടെ വിഭവത്തിന് വേണ്ടുന്ന മുളക് പൊടി ഉണ്ട്, അപ്പൊ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കണ്ണൻജീനാഥനുണ്ടല്ലോ, ആകാശിന് ചോറ് കൊടുത്തോ, ആകാശിന് ചായ കൊടുത്തോ, ആകാശിന് മനുഷ്യന് ആവശ്യമുണ്ടെങ്കിലല്ലേ കഴിക്കുള്ളൂ. ഇത് കഴിച്ചില്ലെങ്കിൽ ദേഷ്യമാണ്. ഞാൻ ദേഷ്യപ്പെടുന്നതിന് അച്ഛൻ എന്നെ ചീത്ത പറയണ്ടേ? അവൻ സമയത്തിന് കഴിക്കൂല. അവിടെ ഒരാൾ ഞാൻ കഴിക്കേണ്ട ദേഷ്യം പറയും, അവിടെ ഒരാളിനെ കഴിപ്പിക്കാൻ കാത്തിരിക്കുന്നു. ആവശ്യത്തിനൊക്കെ കഴിച്ചാ പോരെ. ഞാൻ ഇന്ന് എന്നെ ചീത്ത പറഞ്ഞു. ഇന്ന് അവൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കുഞ്ഞാവെന്നല്ലല്ലോ അവൻ. അവന് ആവശ്യം ഉണ്ടെങ്കിൽ അവൻ കഴിച്ചോളല്ലേ കഴിക്കണ്ട. അപ്പൊ നമ്മളിങ്ങനെ മാങ്ങ അങ്ങനെ എടുക്കാം. ഇതിപ്പോ ഞാൻ മുളക് പൊടി ഒന്നും ഇടേണ്ടി വരാൻ വഴിയില്ല. വെള്ളം പറഞ്ഞു, വെള്ളം ഇതാ നോക്ക്, ഇതിങ്ങനെ എടുക്കാം. ഓ എന്ത് തേങ്ങ കൊല ഇഞ്ചിയാ? അയ്യ അല്ലാണ്ടാണ് കൊഞ്ചിക്കല്ലേ. ഒരു രക്ഷയില്ല. എനിക്ക് വെള്ളം വന്നോണ്ടിരിക്കുക. മതി ഒരു സ്പൂൺ എടുത്തിട്ട് മതി. നീ ഒരു വലിയ മാങ്ങ കഴിച്ചു, ഞാൻ വല്ലതും പറഞ്ഞോ? എനിക്കൊരു കഷ്ണം തന്നോ? അതെന്നെ പറഞ്ഞ എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഓണത്തിന് മാങ്ങയുടെ ആവശ്യമുണ്ട് ഇവിടെ. ഓണത്തിന് സദ്യക്ക് വേണ്ടിയാണ് മാങ്ങ ഉണ്ടാക്കണേ. അപ്പൊ ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ മാങ്ങ തീർന്നു. നല്ല സ്വാദുണ്ട്. ഇപ്പൊ തന്നെ കുറ്റം പറഞ്ഞു കേട്ടോ, ഉപ്പാണ്, മുളകാണ്. ഇങ്ങേരെ കൊണ്ടേ വലിയ മേടാ. ആ ഒരക്ഷരം നമ്മൾ ഈ വീട്ടിൽ ചീത്ത പറയുന്നത്. ഭയങ്കര പുളിയാണ്. ചിറ്റേത്ത് പണ്ട് മാവുണ്ടായിരുന്നോ? തറവാട്ടില് ചിറ്റേത്തോളജി മാവ് മാങ്ങ പൊട്ടിക്കുമായിരുന്നോ? കണ്ണഞ്ഞാത് മാങ്ങ എറിഞ്ഞു വീഴ്ത്തി ഉപ്പും മുളകും പരട്ടി തരുവായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തെ പറമ്പിലും മനക്കപ്പൂപ്പന്റെ പറമ്പ്. അവിടത്തെ പറമ്പിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. ചിറ്റേത്ത് കുടുംബത്ത് ഫ്രണ്ടിൽ ഇറയത്ത് വന്നിരിക്കുമ്പോ അതവിടെ കൈയും കാലും എത്താത്ത ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പൊ എനിക്ക് പൊക്കമുള്ളതുകൊണ്ട് ഒന്ന് പൊട്ടിച്ചേരോ മഞ്ഞ എന്ന് ചോദിക്കും. ഒക്കെ കുരുട്ടടക്കലാണ് അവിടുത്തെ. 6 അടി പൊക്കമുള്ള കണ്ണൻ ചെയ്യാതെ വരുമ്പോ മോനെ മാങ്ങ പൊട്ടിക്കുന്നറിയും. ഞങ്ങളപ്പുറത്തെ മനക്കപ്പൂപ്പന്റെ പറമ്പിൽ നിന്ന് നല്ല സൂപ്പർ മൂവാണ്ടം മാങ്ങ. മൂവാണ്ടെന്ന് പറയുമ്പോ തന്നെ ഇങ്ങനെ വായിൽ വെള്ളം വരും. നല്ല സൂപ്പർ മൂവാണ്ടം മാങ്ങ അങ്ങ് പറിച്ച് ഉപ്പ് കൂട്ടിയിട്ട് ഇതുണ്ടല്ലോ, ഇതിലിത്തിരി പച്ചമുളക് കയറിയിട്ട് വേറെ മാങ്ങാക്കറി ഉണ്ടാക്കണ നല്ല സ്വാദുണ്ട്. ചിറ്റ വരും, മാങ്ങാക്കറി ഉണ്ടാക്കി തരും. ചിറ്റ വരുമോന്നറിയില്ല. ഓണം വിഷു ഒക്കെ സാധാരണ രീതിയിൽ എല്ലാവരും കൂടെ ഒരുമിച്ചാ വീട്ടിൽ നിന്ന് ചിറ്റ, കുഞ്ഞച്ചൻ, മക്കള്, അവരുടെ മക്കള് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഞങ്ങൾ ആഘോഷിക്കാറ്. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് അങ്ങനെയാണ്. ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല. എടാ താടിമേരിക്കണ പൊട്ട
ആ ബുബനെ മോളിൽ കെട്ടിയിട്ടിട്ട് എല്ലാവരും കൂടി അഭിനയിക്കണം. അവനിവിടെ വന്നിരുന്നാണ് അതിന്റെ മുകളിൽ തല. ഇതോ ഒരു 1500 രൂപ പെയിന്റ് പണിയാം, ക്ലാസ്സിൽ പെയിന്റ് അടിക്കണം. തന്റെ വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞിട്ട് നിനക്ക് പൈസ കിട്ടില്ലേ? എടോ താനെ പച്ചമുളക് പ്ലേറ്റിൽ നിന്ന് എടുത്തു തരും. ഞാൻ അരിയും പച്ചമുളക്, ഞാൻ അരിയും പച്ചമുളകിന്റെ അവകാശം. നല്ല എരിവാട്ടോ. മസാല തിന്നാനല്ല, അരിയാനാണ്. ഈ ഇഞ്ചിയും കൂടിയും കുഴപ്പമൊന്നുമില്ല അതിലിട്ടോ. വേണ്ട, നമ്മളല്ലേ കഴിക്കണേ, വേറെ ആരും കൊടുക്കാൻ. ഇഞ്ചി അതിലൊരു എന്റെ ചേർക്കാം. അമ്മ തറവാടിയാ, എന്റെ അമ്മ അങ്ങനെയൊന്നും ചേർക്കില്ല, ചിറ്റത്തോളജിയിലുള്ളത് മാത്രം ചേർക്കൂ. എന്റെ വീടൊക്കെ എന്റെ കുടുംബക്കാരെ കളിയാക്കാം. അപ്പൊ എന്റെ കുടുംബക്കാരെ കുരുവൊക്കെ കളയും. ഇനി പിന്നെ കണ്ണഞ്ചിനാഥിന് ഇനി ഇഞ്ചി ഇടാത്ത എന്റെ വിഷമം വേണ്ട. ഒരു ഭംഗി ഉണ്ടാവില്ല. എനിക്ക് ഇതൊക്കെയാണ് ഇവരോട് എനിക്ക് ആ ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ചെയ്യാ. ആയിക്കോട്ടെ. ഇന്ന് 6 മണിക്ക് ഓൺലൈൻ വർക്ക്ഷോപ്പില്ലേ? ആഹാ, എന്നാ പോയിട്ട് വരാ. അപ്പൊ നമ്മൾ പച്ചമുളക് അരിയാൻ പോവുകയാണ്. ഞൊട്ട് വേണ്ടല്ലോ, ഞൊട്ടല്ല ഞെട്ട്. ഇത് നല്ല എരിവുള്ള മുളകാണ്, അതിനാൽ നമ്മൾ 3 എടുത്തിട്ടുള്ളൂ 2 കറികളിലേക്ക്. അതാരാ 2 എണ്ണത്തിന് വേണ്ട, ഇതിൽ മാത്രം മതി. നാരങ്ങയ്ക്ക എടാ ലെഫ്റ്റ് ഹാൻഡറേ സൂക്ഷിച്ച്. ഓ, അല്ലി തെറിക്കുമ്പോ തന്നെ വാസന മുളകിന്റെ. ആക്ച്വലി ഇതിങ്ങനെ വെള്ളം തന്നെ ഇട്ട് വെച്ചാൽ തന്നെ സ്വാദാ. ഓ, എന്തെങ്കിലുമൊക്കെ നുള്ളി പറക്കി വായിലിട്ടോണ്ടായിരുന്നത്. ഇത് ഭയങ്കര പച്ചമുളകാട്ടാ, ഇത് കണ്ണീന്ന് പൊന്നിച്ച് പറക്കും. മണം വന്നപ്പോ തന്നെ ഇരുന്നിട്ട് പാടില്ല. ഓ, കൈ പുകയോ? മര്യാദക്ക് ഞാൻ അരിയാന്ന് പറഞ്ഞല്ലേ പൊന്നെ. അയ്യോ, കണ്ണീന്നൊക്കെ പുകയണത്. സുമേച്ചി ഇത്തിരി ഉലുവ പൊടിക്കോ? അല്ല വറുത്ത് എടുക്കോ? പൊടിക്കലേ ഞാൻ പൊടിച്ചോളാം. ഞാൻ വറക്കാം അതൊക്കെ. ആ ശരി ശരി, അവൻ ചെയ്തോളാന്ന്. പുതിയ പാൻ ഉദ്ഘാടനം ചെയ്യണ്ടേ അല്ലേ? അതൊക്കെ ഉദ്ഘാടനം ചെയ്തല്ലേ, വെറുതെ അഭിനയിക്കുന്നതിന്. ആ ശരിയാ, താൻ തന്നെയല്ലേ മുട്ട ഉണ്ടാക്കിയതില്. ഇത് എന്ത് സ്ലോ മോഷൻ, അങ്ങോട്ട് വേഗാവട്ടെ. എന്റെ കൈയും കൂടെ ഇരിക്കണം ഇതിന്റെ കൂടെ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം വായില്. അതങ്ങനെ പിന്നെ അങ്ങോട്ട് പോകുമ്പോ അവിടെ ബിസ്ക്കറ്റും പാട്ടല്ല എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ അത് ഇങ്ങോട്ട് എടുത്തു, അത് കളയണ്ടല്ലോ. അതെ. അപ്പൊ നമ്മുടെ പച്ചമുളക് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് ഇങ്ങനെ വാരിയിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തൂപ്പി കൊടുക്കുക. നമ്മളിങ്ങനെ എടുത്തിട്ട് അതാ മറ്റേ ചേട്ടൻ ചെയ്യണല്ലേ. യെസ്, ഇതിന് കണ്ണിൽ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? സ്വന്തമായിട്ട് എഴുതി നോക്കൂ. മതി മതി. ആ അല്ലിണ്ടേ, അല്ലിയിളം മുളകോ അവിടെ വയ്ക്കൂ. ഇല്ലിമുളം തേനോ. ഇനി അതിൽ ഉപ്പ്, മുളക് പൊടി, കായം ഒക്കെ ചേർക്കണം. ഉപ്പ്, മുളക് പൊടി, പതുക്കെ 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 സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് വരണം. ഉപ്പ് 1, 3, 3.5 ഇടാം. 2, 3. ഒരു ശകലം, അത്ര വേണ്ട, അത്ര വേണ്ട. ഓ ആ, അപ്പൊ 2 നാരങ്ങക്ക് 3.5 സ്പൂൺ. 2 നാരങ്ങ എന്ന് പറഞ്ഞാൽ അതിന്റെ പുളി മുഴുവൻ ഇട്ടില്ല. ഇത്തിരി പടത് അടച്ചു വെച്ചാ. ആ, അടുത്തത് മുളക് പൊടി. ആ മുളക് ഇതൊന്ന് മിക്സ് ചെയ്യൂ. ആ മുളക് പൊടി കുറച്ച്. 1 മതിയാ? ഇല്ല ഇട്ടോളൂ. എരിവുള്ളാട്ടാ. ആ 2. ആ മതി 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 മതി. 3.25. കായത്തിന്റെ പൊടി ആരിടും? ഇത് കൂട്ടി പൂണ് കഴിക്കണം. ഇത് കൂട്ടി പൂണ് വെച്ചാൽ കായത്തിന്റെ പൊടിയും കൂടെ ചേർക്കൂ. ആ ചേർക്കാം. വേറെന്താ ചേർക്കണ്ടേ? ഇനി ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കാം. അതെയോ? കായം ശാന്തി. കായപ്പൊടി ചേർക്കണ്ട. അപ്പോ അമ്മ ഇത് ഇങ്ങനെ ഇളക്കണ സമയത്ത് ഞാൻ പോയി ഉലുവ പൊടിച്ചിട്ട് വരാം. എടുത്തോളൂ. മാങ്ങാക്കറിയില് നമുക്ക് കുറച്ച് വ്യത്യാസമായിട്ട് കടുകൊക്കെ പൊട്ടിച്ച് ചേർത്തുണ്ടാക്കിയാലോ? വേണ്ട. ചിറ്റത്തോളജി വേണ്ട. ഒരു പാൻ എടുക്കണ ബഹളാണ് അവിടെ കേൾക്കണത്.
കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇടുകയാണെങ്കിൽ നല്ല കളർ കിട്ടിയാണ് ഉണ്ടായിരുന്നില്ല. പിന്നെ ആകാശം അത് വറുത്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ അടുപ്പ് ഏതാണ്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉലുവ ചേർക്കാം. അല്ലേ? ആ, എന്തോരം ഉലുവ വേണം? ഒരു 2 സ്പൂണ്. അതെയോ? ആ, ഒരു പൊടിക്കും കൂടി ഇട്ടോ. എന്തായാലും കാളനും ഇനിയൊക്കെ പാചകങ്ങൾക്കൊക്കെ ആവശ്യമല്ലേ. ആ, നിങ്ങൾ ഇത് പൊട്ടണ വരെ ഞങ്ങൾ വറക്കുക. ഞങ്ങളുടെ പുതിയ പാൻ ഉണ്ട്, പാൻ. ഇളക്ക കരിഞ്ഞു പോരുത്. പുതിയ പാൻ ആയതുകൊണ്ട് വേഗം ആവുന്നുണ്ട്. ഉലുവ പൊട്ടിയിട്ടുണ്ട്. നമുക്കത് ജാറിലേക്ക് മാറ്റാം. ഇത് കണ്ട പുട്ടുവെച്ച് അവിടെ നിന്ന് മാറ്റി വയ്ക്കാറായില്ല. അതിപ്പോ കൊച്ചിനിപ്പോ റാഗിയുടെ പുട്ടുണ്ടാക്കിയതാണ്. അയ്യോ, അപ്പോൾ അതാ നമ്മുടെ ഉലുവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ മാങ്ങയിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കണം. 2 ടീസ്പൂൺ. ഇത് ഇളക്കല്ലേ കേട്ടോ. 2 ടീസ്പൂൺ. അത് കഴിഞ്ഞ് 1 സ്പൂൺ കായം. അത് കഴിഞ്ഞ് എന്താ ഉലുവ പൊടിച്ചത്. ആ അടപ്പിൽ നല്ലപോലെ പൊടിഞ്ഞതുണ്ടാവും. ഒരുപാട് ഇടരുത്, കുറച്ചിട്ടു. ആ മതി മതി. ഇനി ഇതിലേക്കുള്ളതായിട്ടുണ്ട്. കുറച്ച് അതിൻ്റെ മണം കിട്ടാത്തുള്ളൂ. അതെ, ഒരുപാട് ഇട്ടാ കയ്പ് സ്വാദ് വരും. അത് ഇളക്കിക്കോട്ടെ. അത് ഇളക്കാം, ഇത് ഇളക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ നാരങ്ങാക്കറി റെഡിയായി. ഇനി 2 ദിവസം കൊണ്ട് ഇരുന്ന് സെറ്റായി കഴിഞ്ഞാൽ നാളത്തേക്ക് വിളമ്പാൻ പറ്റും. അതൊന്ന് അമർത്തി വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കി ഇങ്ങനെ ഷൂന്ന് ഒച്ചയും കൂടെ കേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിലൊഴിക്കണ്ടോ? അതിലാണ് നമ്മൾ കടുക് വറക്കണമൊക്കെ. ഇതിൽ വേറെ ഒന്നും ചെയ്യില്ല. എണ്ണ ചൂടാക്കി ഇങ്ങോട്ട് വെറുതെ ഒഴിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ നാരങ്ങ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കടുക് പൊട്ടിച്ചിട്ട് വരാം. കടുക് ഇതിൻ്റെ മുകളിലേക്ക് ചൂടാക്കി എണ്ണ അങ്ങോട്ട് ഒഴിക്കാൻ മതി. ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. കണ്ടോ? ചൂട് എണ്ണ ഒഴിച്ചിട്ട് ഇളക്കി. നല്ലെണ്ണ ഒഴിക്കാം, നല്ലെണ്ണ. ഇത് മാങ്ങാക്കറിയിലേക്ക് കേട്ടോ. മതി മതി, വളരെ കുറച്ച്, കാരണം അത്രയല്ലേ അളവുള്ളൂ. നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഈ പൊടിയുടെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. കടുക് വറുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, പക്ഷെ മാങ്ങാക്കറിക്ക് ഞാൻ കടുക് വറുക്കാറില്ല. ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി, ആവി ഒന്ന് തുടങ്ങി. ഓഫ് ചെയ്തു. ഒരു സെക്കൻഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്യണമെന്ന് പറയണേ. ആയി. ഇനി പതുക്കെ പൊടിയുടെ മുകളിലേക്ക് പതുക്കെ ഒഴിക്കുക. ചില്ല് പൊട്ടിപ്പോകുന്നാണ് പേടി. പൊടിയുടെ മുകളിൽ നമ്മൾ ആ മതി 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 മതി. ആഹാ, പതുക്കെ അതൊന്ന് ഇളക്കി കൊടുക്കും. നമ്മളതിനെ ഇളക്കുക. പൊടി മാത്രം ഇളക്കിയാൽ മതിയോ മൊത്തം? അപ്പോൾ ഞാൻ ഈ കർത്തവ്യം അമ്മയേപ്പിക്കുന്നു. നല്ല വാസനയുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഇനി കടുക് പൊട്ടിക്കണം. അതിനായിട്ട് നമുക്ക് പാൻ ചൂടാക്കാം. നമ്മുടെ നല്ലെണ്ണ കുറച്ചൊഴിക്കാം. മതിയാവുമേ? ഒഴിച്ചോളൂ, മതി 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 മതി. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി, അതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. ഈ പാനിൽ ആദ്യത്തെ കടുക് വറുക്കല കേട്ടോ, ആകാശിൻ്റെ കൈ കൊണ്ടാ. അപ്പോൾ കടുക് പൊട്ടി. ഇനി നമുക്ക് മുളക് ചേർക്കാം. കറിവേപ്പില. അടുത്തത് കറിവേപ്പില. നമുക്ക് ഒന്ന് ഇളകാം. ഓഫ് ചെയ്തിട്ട് നേരെ അതിലേക്ക് ഒഴിച്ചോളൂ. അല്ല, ഈ മുളക് പൊട്ടൊന്നും വേണ്ടേ? അപ്പോൾ റെഡി. ഒയ്യേ ആറപ്പോ. ആഹാ, എന്താ നോക്കുക എന്നുള്ള നാദം. എന്താ ഒരു വാസന. അതെന്താ മോൻ കടുക് വറുക്കണോണ്ടായിരിക്കും കണ്ണേട്ടാ. അതെ അതെ. ഇതാ ഞങ്ങളെ പാത്രം കണ്ടോ, പാത്രം സൂപ്പർ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കാൻ പറഞ്ഞോ അമ്മ? പറഞ്ഞില്ല, എന്നാലും നമ്മുടെ കർത്തവ്യം ചെയ്യാം. അമർത്തി വെച്ചിട്ട് അടച്ചു വെച്ചോളൂ. അമർത്തി വെച്ചോണ്ടിരിക്കുക. പഠിപ്പിക്കണതിനാ.
ചില്ലിന്റെ കുപ്പിയിലാക്കി വെച്ചാലും മതി. ഭരണിയോ കുപ്പിയോ? ഭരണ കുപ്പിയൊന്നുമില്ല. ഞാനേ മര്യാദയ്ക്ക് മിനിങ്ങാന്ന് കടയിൽ അവിടെ നല്ല ഭംഗിയുള്ള ഒരു കുപ്പി കണ്ടപ്പോൾ പറഞ്ഞല്ലേ നിന്നോട് അത് മേടിക്കടാന്ന് കേട്ടോ നീയേ. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി നാരങ്ങാക്കറി രണ്ടും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ പുതിയ വിഭവമായിട്ട് ഓണത്തിൻ്റെ അടുത്ത ദിവസം വരാം. അതെ, കഴിഞ്ഞ ഓണം സീരീസിൽ ഞാൻ വ്യത്യാസമുള്ള മാങ്ങാക്കറി നാരങ്ങാക്കറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വ്യത്യാസമുള്ളത്. അതെ, ഇത് സാധാരണയാ. പക്ഷെ നമ്മൾ ഇവിടെ വെളുത്തുള്ളി ഇഞ്ചി സാധനങ്ങളൊന്നും അതിൽ ചേർക്കില്ല. കൃത്യം 2 മണിക്ക്. അപ്പൊ ഇന്നത്തെ വിഭവം എന്താ റെഡിയായി. നാളെ മറ്റൊരു ഓണ വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെയും നമസ്തേ. 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 ഇപ്പൊ അത് ഇനി എങ്ങനെയെങ്കിലും തീർക്കണം, അത്രേ ഉള്ളൂ.